വീടിന് ഗിന്നസ് വാലി എന്ന് പേരിട്ടതാ. ഗിന്നസ് ലഭിച്ചതിന് ശേഷമാണോ വീട് വെച്ചത്? അതെ, ഞങ്ങളുടെ ഈ വീടെന്ന് പറഞ്ഞാൽ ഗിന്നസ് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. 1000 അടുപ്പിച്ച് നമ്പർ കേട്ടാൽ അത് റീകോൾ ചെയ്യാനും പിന്നെ കളർ. അതെ, 1000-ത്തിനടുത്ത് നമ്പേഴ്സ് റീകോൾ ചെയ്യാൻ. അതെ, അത് പ്രാക്ടീസ് ആണ്. എടുത്ത ആൻറ്റി എനിക്ക് ഇഷ്ടപ്പെട്ട നമ്പേഴ്സും കളേഴ്സും ആ പേപ്പറിലേക്ക് എഴുതിയിട്ട് 1 by 1 ആയിട്ട് എനിക്ക് വായിച്ചു തരിക. നെക്സ്റ്റ് 90, നെക്സ്റ്റ് 91, നെക്സ്റ്റ് 19, 81, 96, 35, 60287471352662497. 3 ഒബ്ജക്റ്റ് ജഗിൾ ചെയ്യുക. ഇതായിരുന്നു പുള്ളിക്കാരുടെ ടാസ്ക് ഗിന്നസ് അതോറിറ്റിയിൽ നിന്ന് കിട്ടിയത്. ഇത് എല്ലാവർക്കും തന്നെ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത എല്ലാവർക്കും നമ്മുടെ മെമ്മറി എന്ന് പറയുന്ന ഫാക്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മെസ്സേജ് സമൂഹത്തിലേക്ക് കൊടുക്കുക. അർജന്റീന, ബുവനോസ് എയരീസ്, എർമേനിയ, യെരവാൻ, ഓസ്ട്രേലിയ, കാനഡ, ഓസ്ട്രിയ, വിയന്ന, അസർബൈജാൻ, ബാക്കു. ജെസീസ് വേൾഡിന്റെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലുള്ള ഗിന്നസ് വാലി എന്ന അക്ഷര വീട്ടിലാണ്. 2017 ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ശേഷം രണ്ടാമതൊരു ഗിന്നസ് റെക്കോർഡ് കൂടി ഈ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. നമുക്ക് ഏവർക്കും, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് അത്യന്താപേക്ഷിതമായ ഓർമ്മശക്തി എന്ന മേഖലയിലാണ് വെറും 5ാം ക്ലാസ്സുകാരിയായ യാമി അമ്മ ശാന്തിയെ പോലെ ലോക ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ പോകുന്നു. റെക്കോർഡുകളുടെ റെക്കോർഡായ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ അവരെങ്ങനെ ഇടം നേടിയെന്നും അവരുടെ ഈ കഴിവുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നും നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ ശാന്തി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആൻറ്റി. സുഖമായിരിക്കുന്നു. ശാന്തിക്ക് 2017 ഗിന്നസ് റെക്കോർഡ്. അതെ, മെമ്മറിയിലായിരുന്നല്ലോ. അതെ, മെമ്മറിയിൽ ഏത് വിഭാഗത്തിലായിരുന്നു? മെമ്മറിയിൽ എൻ്റെ റെക്കോർഡ് ഐറ്റം എന്ന് പറയുന്നത് സ്പീഡ് മെമ്മറി ആയിരുന്നു. അതായത് 1 മിനിറ്റിൽ ഒബ്ജക്റ്റിന്റെ മെമ്മറൈസേഷൻ ആയിരുന്നു. 1 മിനിറ്റ്. എൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് സീക്വൻസ് ഓഫ് ഒബ്ജക്ട് മെമ്മറൈസ്ഡ് ഇൻ 1 മിനിറ്റ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റ്നസ് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒബ്ജക്റ്റുകൾ എന്നെ കണ്ണുകെട്ടി മാറ്റി നിർത്തിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒബ്ജക്റ്റുകൾ ഒരു സീക്വൻസിൽ അടുക്കി വെക്കും. അതിനുശേഷം എനിക്ക് 1 മിനിറ്റ് ആയിരിക്കും അവർ അലോ ചെയ്ത് തരുന്നത് ആ ഒബ്ജക്റ്റിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുക, ഈ സീക്വൻസ് മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ട് ആ ഒബ്ജക്റ്റിനെ അതേ രീതിയിൽ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുക. അതായിരുന്നു എൻ്റെ ഐറ്റം. നിലവിൽ റെക്കോർഡ് ഉണ്ടായിരുന്നു 42 ആയിരുന്നു. നേപ്പാൾ സ്വദേശി അർപ്പൻ ശർമ്മയുടെ പേരിലായിരുന്നു. അത് 45 ആയിട്ടാണ് ഞാനൊന്ന് ബ്രേക്ക് ചെയ്തത്. 45 ആക്കി ഉയർത്തി. ആക്ച്വലി എനിക്ക് 59, 60 വരെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ, അതെ, അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. സാഹചര്യത്തിൽ 45 ആയിട്ടാണ് ബ്രേക്ക് ചെയ്തത്. 60 വരെ മാക്സിമം എൻ്റെ സ്കോർ, ബെസ്റ്റ് സ്കോർ 60 ആയിരുന്നു. അപ്പോൾ ശാന്തിയുടെ ഫാമിലി ആരൊക്കെയാണ്? ഓക്കെ, ഹസ്ബൻഡ് അനിത് സൂര്യ സൈക്കോളജിക്കൽ കൗൺസിലറാണ്. പിന്നെ ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. മൂത്തയാള് യാമി അനിത് സൂര്യ, ഇളയ ആൾക്കാർ ട്വിൻസ് ആണ്, യാനി യാൻവി. അപ്പോൾ ഒരു കാര്യം കൂടെ, പിന്നെ ഒരാൾ കൂടി ഉണ്ട്, ഞങ്ങളുടെ അമ്മ രാധ. അപ്പോൾ ഈ വീടിന് ഗിന്നസ് വാലി എന്ന് പേരിട്ടതാ. ഗിന്നസ് ലഭിച്ചതിന് ശേഷമാണോ വീട് വെച്ചത്? അതെ, ഞങ്ങളുടെ ഈ വീടെന്ന് പറഞ്ഞാൽ ഗിന്നസ് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. ശരിക്കും മാധ്യമം പത്രവും അമ്മ താരസംഘടനയുടെ ഗിഫ്റ്റാണ് ഈ ഒരു വീട്. അക്ഷര വീട് എന്നാണ് അവരുടെ ഇതിൽ പേര്. അമ്മ എന്ന അക്ഷര വീടാണ് ഇത്. അന്നേ ഞങ്ങളിത് ഗിന്നസ് വാലി, കാരണം ഗിന്നസിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് ഗിന്നസ് വാലി ആയിട്ട് അന്നേ മാറ്റിയതായിരുന്നു. സന്തോഷം. 2017 ശാന്തിക്ക് ഗിന്നസ് കിട്ടി. അതിനുശേഷം ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. 2017 ഗിന്നസിന് വേണ്ടി ആ ഒരു സ്പെസിഫിക് ഐറ്റത്തിന് വേണ്ടിയിട്ട് ഏകദേശം 2.5 വർഷത്തെ കാലത്ത് ട്രെയിനിങ് ഉണ്ടായിരുന്നു. 2.5 വർഷം ആ ഒരു ഐറ്റം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം തുടർ പഠനങ്ങൾ നടത്തുകയും ഹസ്ബൻഡായിരുന്നു എൻ്റെ ട്രെയിനർ. പിന്നെ ഇത്തരം മാർഗ്ഗങ്ങൾ, അതായത് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് ശാസ്ത്രീയ മാർഗ്ഗങ്ങളുണ്ട്, മെമ്മറി ചാമ്പ്യൻഷിപ്പിലൊക്കെ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അത്തരം മാർഗ്ഗങ്ങൾ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ ബ്രെയിൻ ഹാക്ക് എന്നൊരു കോഴ്സ് നിലവിൽ നടത്തുന്നുണ്ട്. അന്നോട്ട് ഏകദേശം ഒരു 4-5 വർഷമായിട്ട് നടക്കുന്ന സംഭവമാണ്. ഇപ്പോൾ അത് ഓൺലൈനായിട്ട് നടത്തുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ബ്രെയിൻ ഹാക്കേഴ്സ് ലോകത്തിൽ 5ന് പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ബ്രെയിൻ ഹാക്കേഴ്സ് ഉണ്ട്. അതായത് ലോകത്തെ 5 രാജ്യങ്ങളിലുള്ള ബ്രെയിൻ ഹാക്കേഴ്സിനെ ശാന്തി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതെ, ഞങ്ങളുടെ ബ്രെയിൻ ഹാക്കേഴ്സ്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ആൻറ്റി. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ്? കൊറോണയുടെ ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഓൺലൈൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓൺലൈൻ ട്രെയിനിങ് വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ മറ്റുള്ള രാജ്യങ്ങളിലെ കുട്ടികൾ അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിലെ കുട്ടികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ ബ്രെയിൻ ഹാക്കേഴ്സിന്റെ ഒരു നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇതുവരെ 28ന് പുറത്ത് കുഞ്ഞുങ്ങൾ നാഷണൽ റെക്കോർഡ്, മെമ്മറി തന്നെ പല പല ഐറ്റത്തിൽ നാഷണൽ റെക്കോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 250 പുറത്ത് കുട്ടികൾ നാഷണൽ റെക്കോർഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഞങ്ങളുടെ ബ്രെയിൻ ഹാക്കേഴ്സ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ പഠനത്തിൽ അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് വരുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തെയും അനുബന്ധ
പ്രവർത്തനങ്ങളെയും അതെ, വിദ്യാഭ്യാസത്തെ മാത്രമല്ല പിന്നെ അങ്ങോട്ടുള്ള അവരുടെ ലൈഫിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത്തരം ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ 38 ബ്രെയിൻ ഹാക്കേഴ്സ് ലോകത്തിലെ 196 രാജ്യങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും അതുപോലെ പീരിയോഡിക് ടേബിളിലെ 118 എലമെന്റ്സിൽ മൂലകങ്ങൾ ഇവയുടെ എല്ലാം പേരുകൾ പറഞ്ഞുകൊണ്ട് നാഷണൽ റെക്കോർഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവരുടെ സർട്ടിഫിക്കറ്റ് സെറമണി ഇന്ന് നടക്കാൻ പോകും. അപ്പം നമുക്ക് പ്രേക്ഷകർക്കായിട്ട് അതും കൂടെ നമുക്കൊന്ന് കാണാം. തീർച്ചയായിട്ടും. അതിൽ 4 വയസ്സ് മുതൽ 45 വയസ്സിൽ, അതായത് നിങ്ങളുടെ ബ്രെയിൻ ഹാക്കേഴ്സിന്റെ പേരൻസിനെ കൂടി ഞങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും തന്നെ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത എല്ലാവർക്കും നമ്മുടെ മെമ്മറി എന്ന് പറയുന്ന ഫാക്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മെസ്സേജ് സമൂഹത്തിലേക്ക് കൊടുക്കുക. കാരണം നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു 36 വയസ്സ് 30-35 വയസ്സൊക്കെ കഴിയുമ്പോൾ മെമ്മറി കുറേശ്ശെയായിട്ട് ഡിക്ലൈൻ ആയി വരുമെന്ന്. തീർച്ചയായിട്ടും ഡിക്ലൈൻ ആവും. അവിടെ ഒരു ഡിക്ലൈൻ നടക്കുന്നുണ്ട്. പക്ഷേ പർപ്പസ്ഫുൾ ആയിട്ടുള്ള എഫർട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാം. അതെ, റിവേഴ്സ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് ആ സർട്ടിഫിക്കറ്റിന്റെ വിതരണം കൂടി നമുക്ക് ഈ ഇതിനോടൊപ്പം തന്നെ നമുക്ക് അതെ, വിതരണവും കാണാം. അതുപോലെ നമ്മുടെ ബ്രെയിൻ ഹാക്കേഴ്സ് അവരുടെ ടാലന്റ് എന്താണ്, അവരുടെ പെർഫോമൻസ് കാണാം. അതും കാണാം. Now I am going to say 193 country and capitals. Afghanistan, Kabul, Albania, Tirana, Algeria, Algiers, Andorra, Andorra la Vella, Angola, Luanda, Antigua, Barbuda, Seychelles. Bolivia, La Paz, Sucre, Burkina Faso, Ouagadougou, Burundi, Gitega, Cambodia, Phnom Penh, Canada, Ottawa, Chad, N'Djamena. Astatin, radon, cesium, francium, radium, actinium, uranium, neptunium, plutonium, americium, Albania, Tirana, Algeria, Algiers, Andorra, Andorra la Vella, Angola, Luanda, Antigua and Barbuda, Saint John, Argentina, Buenos Aires, Armenia, Yerevan, Australia, Canberra. 2.7182818. ശാന്തി, രണ്ടാമതൊരു ഗിന്നസ് വിശേഷം നമ്മൾ അറിഞ്ഞു. അതെ, അപ്പോൾ യാമിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതെ തീർച്ചയായിട്ടും. യാമിയെ വിളിക്കാം. യാമി മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 5ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിൽ? കടക്കൽ UPS. മെമ്മറിയിലാണോ മോള്? ഓക്കെ ഓക്കെ. എങ്ങനെയാണ്, ഏതാണ് യാമിയുടെ ഐറ്റം എന്ന് പറയുന്നത് മാത്സിൽ ഓയിലേഴ്സ് എന്ന് പറയുന്ന നമ്പർ കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു 500 പ്ലേസ് വാല്യൂ റീകോൾ ചെയ്തുകൊണ്ട് 3 ഒബ്ജക്റ്റ് ജഗിൾ ചെയ്യുക. ഇതായിരുന്നു പുള്ളിക്കാരുടെ ടാസ്ക്. ഗിന്നസ് അതോറിറ്റിയിൽ നിന്ന് കിട്ടിയത്. പുള്ളി ചെയ്ത് 560 ആക്കി. അതായത് 3 ഒബ്ജക്റ്റ് ജഗിൾ ചെയ്തുകൊണ്ട് ഈ ഓയിലേഴ്സ് എന്ന് പറയുന്ന നമ്പറിന്റെ കോൺസ്റ്റന്റിന്റെ വാല്യൂ 560 റീകോൾ ചെയ്തു. ആ നമ്പർ പറഞ്ഞുകൊണ്ട് ജഗിൾ ചെയ്തു. നമുക്കൊന്ന് കാണാം. തീർച്ചയായിട്ടും. 2.71828182845904523536 0287471352662 66249775724709369995957496696696676762 4076630353 547594571 82178525166424. മോളെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. ഇത് കീപ്പ് ചെയ്യണം. നമ്മൾ മോളുടെ പെർഫോമൻസ് കണ്ടു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി ശാന്തിയുടെ പെർഫോമൻസ് കൂടെ പ്രേക്ഷകർക്കായിട്ടൊന്ന്. ഇപ്പോൾ ഇത്രയും വർഷത്തെ ട്രെയിനിങ് ഉണ്ട്. ഇപ്പം ഒറ്റത്തവണ ഒരു 1000 അടുപ്പിച്ച് നമ്പർ കേട്ടാൽ അത് റീകോൾ ചെയ്യാനും പിന്നെ കളേഴ്സ്. അതെ, 1000 നമ്പേഴ്സ് റീകോൾ ചെയ്യാൻ. അതെ, കേട്ട് കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ആണ്. മറ്റേ അത്ഭുതമായിട്ടുള്ളൊരു കഴിവല്ല, നമ്മൾ വിത്ത് പ്രാക്ടീസ് കൊണ്ട് നേടിയെടുക്കുന്ന കഴിവാണ്.
പിന്നെ അതുപോലെ കളേഴ്സിനെ മെമ്മറൈസ് ചെയ്യാനും പീരിയോഡിക് ടേബിൾ, കൺട്രി ക്യാപിറ്റൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ആൻറ്റിക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്പേഴ്സ് ആണോ കളേഴ്സ് ആണോ എന്താ ചെയ്യേണ്ടത്? നമ്പേഴ്സും കളേഴ്സും കുറച്ച് മിക്സ് ചെയ്ത്. ഓക്കെ, തീർച്ചയായും. അതായത് പ്രേക്ഷകർക്ക് രണ്ടിലും താല്പര്യം കാണും. നമ്പേഴ്സ് വേണ്ടവർക്ക് അതും, ഓക്കെ, പിന്നെ കളേഴ്സിൽ താല്പര്യമുള്ളവർ അതും ആകട്ടെ, മിക്സ് ചെയ്ത് കൊടുക്കും. ആയിക്കോട്ടെ. അപ്പോൾ ഒരു പേപ്പർ പേൻ എടുത്താൽ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട നമ്പേഴ്സും കളേഴ്സും ആ പേപ്പറിലേക്ക് എഴുതിയിട്ട് 1 by 1 ആയിട്ട് എനിക്ക് വായിച്ചു തരിക. ഞാനതിനെ ഓർക്കാനൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ എത്ര നമ്പർ വരെ എഴുതാം? ആൻറ്റി ഇഷ്ടം. എന്നാലും പറയാം. അപ്പൊ ശാന്തി, ഞാൻ കുറച്ച് നമ്പേഴ്സും കളേഴ്സും എഴുതി. ഓക്കെ, അത് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് അത് റീവൈൻഡ് ചെയ്ത് പറയാം. ഓക്കെ, ഞാനത് മെമ്മറൈസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ആൻറ്റി എനിക്ക് ഓരോന്നായിട്ട് 1 by 1 ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ? ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കളറാണോ നമ്പറാണോ? ഫസ്റ്റ് നമ്പർ. ഓക്കെ, നമ്പേഴ്സ് പറയാമോ? ഫസ്റ്റ് നമ്പർ 25. ഓക്കെ, നെക്സ്റ്റ് 19. ഓക്കെ, നെക്സ്റ്റ് 81. നെക്സ്റ്റ് 96. നെക്സ്റ്റ് 35. ഓക്കെ, നെക്സ്റ്റ് 87. ഓക്കെ, നെക്സ്റ്റ് 74. നെക്സ്റ്റ് 30. 30. ഓക്കെ, നെക്സ്റ്റ് 85. നെക്സ്റ്റ് 94. നെക്സ്റ്റ് 75. നെക്സ്റ്റ് 90. നെക്സ്റ്റ് 91. നെക്സ്റ്റ് 36. ഓക്കെ, നെക്സ്റ്റ് 72. ഓക്കെ, നെക്സ്റ്റ് 85. നെക്സ്റ്റ് 64. ഓക്കെ, നെക്സ്റ്റ് 78. നെക്സ്റ്റ് 36. നെക്സ്റ്റ് 81. നെക്സ്റ്റ് 39. ഓക്കെ, നെക്സ്റ്റ് 79. നെക്സ്റ്റ് 60. ഓക്കെ, കുറച്ച് കളേഴ്സ് കൂടെ ഓക്കെ, ആയിക്കോട്ടെ. ഇതിലൂടാകാമല്ലോ. ഓക്കെ, ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമോ? യെല്ലോ. ഓക്കെ, നെക്സ്റ്റ് വയലറ്റ്. നെക്സ്റ്റ് ഗ്രീൻ. നെക്സ്റ്റ് ബ്ലൂ. ഓക്കെ, നെക്സ്റ്റ് ബ്ലാക്ക്. ഓക്കെ, നെക്സ്റ്റ് ബ്രൗൺ. ഓക്കെ, ഓറഞ്ച്. നെക്സ്റ്റ് ഇൻഡിഗോ. നെക്സ്റ്റ് ബ്ലൂ. ഓക്കെ, നെക്സ്റ്റ് റെഡ്. റെഡ്. ഓക്കെ, നെക്സ്റ്റ് ഓറഞ്ച്. ഓക്കെ, ബ്ലൂ. നെക്സ്റ്റ് വൈറ്റ്. വൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഗ്രീൻ. ഗ്രീൻ. തീർന്നോ? ഓക്കെ. ഓക്കെ, ഞാൻ നമ്പേഴ്സിനെയും കളേഴ്സിനെയും ഒരുമിച്ച് ഒന്ന് റീകോൾ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്നോട് പറഞ്ഞ നമ്പർ 25, 19, 81, 96, 35, 87, 74, 30, 85 ആണോ? യെസ്. ഓക്കെ, 94, ഓക്കെ. 75, ഓക്കെ. 90, 91, 36, യെസ്. 72, യെസ്. 85, 64, 78, 36, 81, 39, 79 and 60. വെരി ഗുഡ്. താങ്ക് യു. കളർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്പർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി കളറിലേക്ക് വരാം. അതെ, നമ്പർ റിവേഴ്സ് പറയണോ? നമ്പർ റിവേഴ്സ് ചെയ്യാൻ അറിയാം. അതെ, റിവേഴ്സ് ചെയ്യാം. അപ്പൊ അതുകൂടെ വേണം, പ്രേക്ഷകർക്ക് അതും വേണം. ലാസ്റ്റ് എന്നോട് പറഞ്ഞ നമ്പർ ഇറ്റ്സ് 60, 79, 39, 81, 36, 78, 64, 85, 72, 36, 91, 90, 75, 94, 85, 30, 74, 87, then 35, 96, 81. അതിന് മുന്നേ പറഞ്ഞ നമ്പർ ഈസ് 19, ലാസ്റ്റ് നമ്പർ ഈസ് 25. വെരി 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 ഗുഡ്. എക്സലന്റ്. താങ്ക് യു. ദെൻ കളേഴ്സ്. കളേഴ്സ്. ഓക്കെ, ഫസ്റ്റ് കളർ യെല്ലോ, വയലറ്റ്, ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക്, ബ്രൗൺ, ഓറഞ്ച്, ഇൻഡിഗോ, ബ്ലൂ, റെഡ്, ഓറഞ്ച്, ബ്ലൂ, വൈറ്റ്, ലാസ്റ്റ് കളർ ഗ്രീൻ. ഇത് റിവേഴ്സ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ കളർ ഇറ്റ്സ് ഗ്രീൻ, വൈറ്റ്, ബ്ലൂ, ഓറഞ്ച്, റെഡ്, ബ്ലൂ, ഇൻഡിഗോ, ഓറഞ്ച്, ബ്രൗൺ, ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, വയലറ്റ് ആൻഡ് ഫസ്റ്റ് എന്നോട് പറഞ്ഞ കളർ യെല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. അപ്പോൾ ശാന്തി, ഇത്രയും അപാരമായ കഴിവുകൾ ഇത് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും? ഓക്കെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ശാസ്ത്രീയ മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള.
അപ്പോൾ അത്തരം മാർഗ്ഗങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്ക് ഏത് ഡേറ്റ, അത് ഇപ്പോൾ കെമിസ്ട്രിയിലെ ഇക്വേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് എഫക്റ്റീവായിട്ട് മെമ്മറൈസ് ചെയ്യാനും എഫക്റ്റീവായിട്ട് റീകോൾ ചെയ്യാനും പറ്റും. അപ്പോൾ അത്തരം മാർഗ്ഗങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സ്കൂളുകളിൽ ഇത്തരം പ്രോഗ്രാമുകൾ കൊടുക്കാറുണ്ട്. ആദ്യം അവർക്കൊരു അവയർനെസ് ആൻഡ് ഡെമോ സെഷനാണ് കൊടുക്കുന്നത്. കാരണം ഇത്തരം മാർഗ്ഗങ്ങളുണ്ട് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധാരണ അറിയില്ല ശരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിലേക്ക് ആ ഒരു വിവരം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു അവയർനെസ് ആൻഡ് ഡെമോ സെഷൻ പല സ്കൂളുകളിലും ആവശ്യപ്പെടുന്ന സ്കൂളുകളിൽ കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ ശരിക്കും കുഞ്ഞുനാൾ തൊട്ടേ സ്കൂൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ടോപ്പിക്കാണ് എങ്ങനെയാണ് മെമ്മറൈസ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ഇത്രയും എഫക്റ്റീവായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഞാൻ തന്നെ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്ന എൻ്റെ ഡിഗ്രി പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ഇത്തരം മെത്തേഡുകൾ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് എൻ്റെ 10th മറ്റോ എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ ഗവൺമെൻറ് അതിന് വേണ്ടുന്ന ശരിക്കും നടപടികൾ ചെയ്യേണ്ടതാണ് ഇത്തരം മാർഗ്ഗങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ഒരു സ്കൂൾ ആവശ്യപ്പെട്ടാൽ ഇതിൻ്റെ ഒരു ഡെമോ ചെയ്തു കൊടുക്കാൻ ശാന്തി അങ്ങനെ ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും സ്കൂളുകളിലും ക്ലബ്ബുകളിലൊക്കെ അവർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഇതിൻ്റെ അവയർനെസ് ആൻഡ് ഡെമോ പ്രോഗ്രാം ഒരു 2.5 hour പ്രോഗ്രാം കൊടുക്കാറുണ്ട്. അതൊരു അവയർനെസ് മാത്രമാണ്. ശരിക്കും അത്രയും സമയം കൊണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് പിടിച്ചു കയറാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. ഒരു സെഷൻ കഴിയുമ്പോൾ അവർ 1-2 ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് മെമ്മറൈസ് ചെയ്തിരിക്കും. അങ്ങനെയാണ് കൊടുക്കുന്നത്. ജസ്റ്റ് അവർ തിയറി മാത്രം പറഞ്ഞു കൊടുക്കുകയല്ല, അവരെ കൊണ്ട് പ്രാക്ടിക്കലി ചെയ്തു പോവുക ചെയ്യുന്നത്. ആ കുട്ടികൾക്ക് തന്നെ പിന്നെ പിടിച്ചു കയറാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അങ്ങനെ തീർച്ചയായിട്ടും അവരുടെ ലൈഫിനും അവരുടെ പഠനത്തിനും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇത്തരം ട്രെയിനിങ്ങുകളിൽ നിന്ന് കിട്ടുന്നതാണ്. അത് നമ്മൾ പ്രാക്ടീസ് വഴി നമുക്ക് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ 2017 ശാന്തിക്ക് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയപ്പോൾ ഒരു സ്കൂളിൽ എച്ചമായിട്ടിരുന്നു. ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടും അന്നത് നടന്നില്ല. ഇനിയുള്ള സ്കൂളുകളെങ്കിലും ഇത് മാതൃകയാക്കട്ടെ. തീർച്ചയായിട്ടും ഞങ്ങളും അത് ആഗ്രഹിക്കുകയാണ് എല്ലാവരിലേക്കും. കാരണം ഇത്തരം കാര്യങ്ങൾ ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അപ്പോൾ എല്ലാവരിലേക്കും ഈ ഒരു സംഭവങ്ങൾ എത്തട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ നാഷണൽ റെക്കോർഡ് സെറിമണിയിൽ 38 കുട്ടികൾ നാഷണൽ റെക്കോർഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതെ, അതിൽ നമ്മുടെ മോള് ഗിന്നസ് വേൾഡ് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും. ബ്രേക്ക് ചെയ്ത് നിൽക്കും. അപ്പം മറ്റു കുട്ടികൾ കൂടെ ഇതിനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഗിന്നസിലേക്ക് എത്താനുള്ള സാധ്യത? തീർച്ചയായിട്ടും ഞങ്ങളുടെ നിലവിലിപ്പോൾ 8 ബ്രെയിൻ ഹാക്കേഴ്സ് ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ പറഞ്ഞ ഗിന്നസിന് വേണ്ടിയിട്ടുള്ള പല ഐറ്റത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുത്തിട്ട് ഈ മെമ്മറി തന്നെയുള്ള പല ഐറ്റത്തിൽ ഗിന്നസിന്റെ പ്രാക്ടീസിലാണ്. എല്ലാം കാര്യങ്ങളും ഒത്തുവരുവാണെങ്കിൽ വരുന്ന മാസങ്ങൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞങ്ങളുടെ ബ്രെയിൻ ഹാക്കേഴ്സിന്റെ ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റും കാണും. അതായത് നമ്മുടെ കുട്ടികളുടെ മറ്റു കുട്ടികളുടെ ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റും വരുന്ന മാസങ്ങളിൽ കാണും. അത് വലിയൊരു സംഭവമാണ്. താങ്ക് യു. നിരന്തര പരിശ്രമത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും പകർന്നെടുത്ത ഈ അറിവ് നമ്മുടെ നാടും നഗരവും വിട്ട് അന്യരാജ്യക്കാർക്ക് പ്രായഭേദമന്യേ, അതായത് 4 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കാണിച്ച ഈ ആർജവം അത് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. താങ്ക് യു. ഇതെന്നും കാത്തു സൂക്ഷിക്കണം. തീർച്ചയായിട്ടും. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കായ കുട്ടികൾക്ക് കൂടി ഈ അറിവ് സ്കൂൾ തലങ്ങളിലൂടെ ഒന്ന് പകർന്നു കൊടുക്കണം എന്ന ഒരു അപേക്ഷ കൂടി നമുക്ക്. തീർച്ചയായിട്ടും ഞങ്ങളാലാകുന്നത് എന്തായാലും ചെയ്യും. സന്തോഷം മോളെ കണ്ടതിലും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.